നമസ്കാരം. തിരുവനന്തപുരം നഗരം ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഭക്തിനിർഭരമായി ഒരുങ്ങുമ്പോൾ ഭക്തലക്ഷങ്ങളെ ദുരിതത്തിലാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ പിണറായി വിജയന്റെ സർക്കാരും തിരുവനന്തപുരം നഗരസഭയിലെ ഇടത് ഭരണകൂടവും നടത്തുന്ന ഗൂഢാലോചനകൾ അങ്ങേയറ്റം മ്ലേച്ഛവും പ്രതിഷേധാർഹവുമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും BJP നിർണായക സ്വാധീനമായി മാറിയത് കണ്ട് വിറളി പിടിച്ച കുബുദ്ധികൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ പടയോട്ടം തടയാൻ ആറ്റുകാൽ പൊങ്കാലയെ തന്നെ ആയുധമാക്കുകയാണ്. പൊങ്കാല അലങ്കോലപ്പെടുത്തി ജനരോഷം BJPക്കെതിരെ തിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓരോ നീക്കങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നത്. നഗരസഭയിൽ BJP കൗൺസിലർമാർ മാത്രമുള്ള വാർഡുകളിൽ ബോധപൂർവം കുടിവെള്ളം മുട്ടിച്ചും സേവന സന്നദ്ധരായ ഡോക്ടർമാരെ രാഷ്ട്രീയ കരുക്കളാക്കിയും അവർ ഭക്തജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഈ ഗൂഢാലോചനയുടെ ആദ്യ വെടി പൊട്ടിച്ചത് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസ് അസോസിയേഷൻ എന്ന CPM ദാസ്യപ്പണി ചെയ്യുന്ന ഡോക്ടർമാരുടെ സംഘടനയെ ഉപയോഗിച്ചായിരുന്നു. പൊങ്കാല സമയത്ത് ഡോക്ടർമാർ സേവനം നൽകില്ലെന്നും ഭക്തർക്ക് ആവശ്യമായ വൈദ്യസഹായം ഉറപ്പാക്കില്ലെന്നും പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചത് കേവലം ഒരു സമര പ്രഖ്യാപനമായിരുന്നില്ല, മറിച്ച് ഹൈന്ദവ ഭക്തരെ ഭയപ്പെടുത്താനും പരിഭ്രാന്തരാക്കാനുമുള്ള ബോധപൂർവമായ നീക്കമായിരുന്നു. മുൻപ് നടന്ന ഏതോ നിസാര സംഭവങ്ങളുടെ പേരിൽ ലക്ഷക്കണക്കിന് അമ്മമാർ പങ്കെടുക്കുന്ന ഒരു വിശുദ്ധ കർമ്മത്തെ തടസ്സപ്പെടുത്താൻ നോക്കിയ ഇവരുടെ ധിക്കാരം ഹൈന്ദവ സംഘടനകളുടെ ഐക്യത്തിന് മുമ്പിൽ തകർന്നടിയുകയായിരുന്നു. ക്രിസ്ത്യാനികളുടെയോ മുസ്ലിങ്ങളുടെയോ ആഘോഷങ്ങൾ വരുമ്പോൾ വാലാട്ടി നിൽക്കുന്ന ഇതേ ഡോക്ടർമാരും അധികാരികളും ഹൈന്ദവ വിശ്വാസങ്ങളെ മാത്രം ലക്ഷ്യം വെക്കുന്നത് CPMന്റെ ഒത്താശ ഉള്ളതുകൊണ്ടും മാത്രമാണ്. ഭക്തജനങ്ങളെ വഴിയിൽ ഉപേക്ഷിക്കില്ലെന്നും RSSും സേവാഭാരതിയും അടക്കമുള്ള സംഘടനകൾ സമാന്തരമായ വൈദ്യസഹായ സംവിധാനങ്ങൾ ഒരുക്കുമെന്നും പ്രഖ്യാപിച്ചതോടുകൂടിയാണ് ഈ രാഷ്ട്രീയ ഡോക്ടർമാർക്ക് വാല് ചുരുട്ടി പിൻവാങ്ങേണ്ടി വന്നത്. ഭക്തജനങ്ങളുടെ സുരക്ഷയേക്കാൾ തങ്ങളുടെ രാഷ്ട്രീയ യജമാനന്മാരുടെ താല്പര്യങ്ങൾക്കാണ് ഇവർ മുൻഗണന നൽകുന്നത്. ഡോക്ടർമാരുടെ കളി അങ്ങനെ പാളിയപ്പോൾ CPM എടുത്ത അടുത്ത ആയുധമാണ് ദാഹജല രാഷ്ട്രീയം. കത്തുന്ന വേനൽച്ചൂടിൽ പൊങ്കാലയിടാനെത്തുന്ന അമ്മമാർക്ക് ഒരു തുള്ളി കുടിവെള്ളം പോലും നൽകാതെ വലയ്ക്കുക എന്നത് ഒരു ഭരണകൂടത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ പാപമാണ്. ഇവിടെ BJP കൗൺസിലർമാരുള്ള വാർഡുകളിൽ മാത്രം വെള്ളം എത്താതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? BJP സ്വാധീനമുള്ള മേഖലകളിൽ ജനങ്ങളെ ദാഹിപ്പിച്ചാൽ അത് അവിടുത്തെ കൗൺസിലർമാരുടെ പരാജയമായി ചിത്രീകരിക്കാമെന്നും BJP വന്നതോടെ പൊങ്കാലയ്ക്ക് വെള്ളമില്ലാതായെന്ന് കള്ളപ്രചാരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്നുമാണ് CPM കണക്കുകൂട്ടുന്നത്. കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ വാട്ടർ അതോറിറ്റിയെ പോലും രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ്. യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ പിണറായി സർക്കാർ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നരേന്ദ്രമോദി സർക്കാരാണ് കോടികൾ വാരിക്കോരി നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയുടെ ഭാഗമായി 600 കോടി രൂപയാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് മോദി സർക്കാർ അനുവദിച്ചത്. ഇതിൽ 273 കോടി രൂപ ഓരോ വീടുകളിലും നേരിട്ട് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതികൾക്ക് വേണ്ടിയുള്ളതാണ്. കൂടാതെ 50 വാർഡുകളിൽ 100% വെള്ളം ഉറപ്പാക്കാൻ 14.58 കോടിയും പുതിയതായി ചേർത്ത വാർഡുകൾക്കായി 97 കോടി രൂപയും കേന്ദ്രം നൽകി. പേരൂർക്കട മൺവിള ലൈനുകൾക്കായി 65 കോടിയും ചന്തവിള കാട്ടായിക്കോണം ഡിസ്ട്രിബ്യൂഷൻ ശൃംഖലകൾക്കായി 29 കോടിയും അനുവദിച്ചത് നരേന്ദ്രമോദിയാണ്. അരുവിക്കരയിൽ സ്ഥാപിച്ചിരിക്കുന്ന പുതിയ പ്ലാന്റും ഈ കേന്ദ്ര ഫണ്ടിന്റെ ഭാഗമാണ്. പണം എത്രയും കേന്ദ്രം നൽകിയിട്ടും അത് കാര്യക്ഷമമായി വിനിയോഗിക്കാതെയും പുതിയതായ പൈപ്പ് ലൈനുകൾ തുറന്നു കൊടുക്കാതെയും വാട്ടർ അതോറിറ്റി പൂട്ടിവെക്കുന്നത് BJP ഭരണത്തിന് കീഴിൽ വികസനമില്ലെന്ന് വരുത്തി തീർക്കാനാണ്. മോദി നൽകിയ പണം ഉപയോഗിച്ച് നിർമ്മിച്ച സംവിധാനങ്ങൾ പൂഴ്ത്തിവെച്ച് ജനങ്ങളെ പീഡിപ്പിക്കുന്നത് ജനദ്രോഹപരമായ ക്രിമിനൽ കുറ്റമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ VV രാജേഷിന്റെ നേതൃത്വത്തിൽ BJP കൗൺസിലർമാർ ശക്തമായി നിലകൊള്ളുന്നത് CPMനെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് പൈപ്പ് ലൈനുകളിലൂടെയുള്ള ജലവിതരണം വാട്ടർ അതോറിറ്റിയെ കൊണ്ട് ബോധപൂർവം തടസ്സപ്പെടുത്തുന്നത്. കേന്ദ്രം ഇത്രയേറെ സൗകര്യങ്ങൾ നൽകിയിട്ടും ഫണ്ട് നൽകിയിട്ടും ഭക്തർക്ക് വെള്ളം കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്. പൊങ്കാല അലങ്കോലപ്പെട്ടാൽ അതിന്റെ പഴി മേയറുടെ തലയിൽ കെട്ടിവെക്കാമെന്നും ഹിന്ദുക്കൾക്കിടയിൽ BJP വിരുദ്ധ തരംഗം ഉണ്ടാക്കാമെന്നും കരുതുന്നവർ വെളിച്ചപ്പാടിന്റെ തുള്ളൽ കണ്ട് പേടിക്കില്ല എന്ന് മനസ്സിലാക്കണം. രാഷ്ട്രീയ ലാഭത്തിനായി ഭക്തരുടെ വയറ്റത്തടിക്കുന്ന ഈ നാറിയ കളി തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയും. ആറ്റുകാൽ പൊങ്കാല എന്നത് വെറുമൊരു ചടങ്ങല്ല, അത് ഹൈന്ദവ ഐക്യത്തിന്റെയും സ്ത്രീ ശക്തിയുടെയും പ്രതീകമാണ്. ഓരോ പൊങ്കാല കാലത്തും സേവന സന്നദ്ധരായി ഓടിയെത്തുന്ന ഹൈന്ദവ സംഘടനകളെയും സേവാഭാരതിയെയും തകർക്കാൻ CPM ശ്രമിക്കുന്നത് ഭക്തർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ്. BJP അധികാരത്തിലിരിക്കുന്ന വാർഡുകളിൽ മാത്രം വികസനം തടയുന്ന ഇടത് നയം തിരുവനന്തപുരത്ത് വിജയിക്കാൻ പോകുന്നേയില്ല. ഭക്തലക്ഷങ്ങളെ ദ്രോഹിച്ചുകൊണ്ട്
കൊണ്ട് നടത്തുന്ന ഈ തരം താഴ്ന്ന രാഷ്ട്രീയം ആറ്റുകാലമ്മയുടെ തിരുമുറ്റത്ത് വെണ്ണീറാകും. കേന്ദ്രം നൽകുന്ന പണം കൊണ്ട് കേരളം വികസിക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാനും നടപ്പിലാക്കാൻ കഴിയാത്ത ഇടങ്ങളിൽ വികസനം തടയാനും നോക്കുന്ന ഇടത് രാഷ്ട്രീയക്കാരെ ജനങ്ങൾ തിരിച്ചറിയണം. BJP പ്രവർത്തകർ ഭക്തർക്ക് കാവലായി ഉള്ളിടത്തോളം കാലം CPMന്റെ ഒരു അട്ടിമറി നീക്കവും വിജയിക്കില്ല. അധികാരത്തിന് വേണ്ടി ജനങ്ങളെ ദാഹിപ്പിക്കുന്ന ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഓരോ ഹൈന്ദവ വിശ്വാസിയും വോട്ടിലൂടെ മറുപടി നൽകണം. ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന ഇക്കൂട്ടർക്ക് ഭക്തജനങ്ങളുടെ ശാപം ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.